ഹായ് ഓൾ, വെൽക്കം ടു എസ് എഫ് ആപ്സ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്സിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ MC റോഡിൽ, കോട്ടയം റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഐസക് മരിയ തിയേറ്റർ, ആക്സിസ് ബാങ്ക് ഒക്കെയാണ് നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ കളക്ഷൻസിനായിട്ട് വെയിറ്റ് ചെയ്യുക. ആൻഡ് യൂട്യൂബിൽ കാണുന്നവർ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യുക. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മെറ്റീരിയൽസ് കാണാൻ കുറച്ചുകൂടി നല്ലത് ഇൻസ്റ്റാഗ്രാം ആണ്. കാരണം നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഇൻസ്റ്റയിൽ. യൂട്യൂബിലും ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ ഇൻസ്റ്റയിലാണെങ്കിൽ കറക്റ്റായിട്ട് ആ വർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ഇൻസ്റ്റാഗ്രാം ഉള്ളവർ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു ലിനൻ ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ലിനൻ ആണ്, സെമി ലിനൻ ആണ് കേട്ടോ. ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ലിനൻ ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ കുർത്തി സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഫാബ്രിക് ആണ്. നല്ലൊരു സട്ടിൽ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പീച്ച്, ഒരു മസ്റ്റാർഡ് ആൻഡ് ഒരു ബേജ് കളർ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അങ്ങനെ വരുന്നു. കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണെങ്കിലും നല്ല ഭംഗിയാണ്. 44 ഇഞ്ചാണ് വിട്ട് വരുന്നത്, 250 പെർ മീറ്റർ. ഇനി നമുക്ക് ക്രിസ്മസ് കളക്ഷൻ കാണാം കേട്ടോ. എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. ക്രിസ്മസ് കളക്ഷന് നമ്മൾ ഒത്തിരി വലിച്ചു വാരിയുള്ള ക്രിസ്മസ് കളക്ഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഇത് വന്നിരിക്കുന്നത് നമുക്കൊരു പ്രീമിയം ലുക്കിൽ ഒരു ക്രിസ്മസ് ഒരു അറ്റയർ അല്ലെങ്കിൽ ഒരു റെഡ് കളറിലേക്ക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത് വന്നിരിക്കുന്ന മഷ്റൂം സിൽക്കിൽ വന്നിരിക്കുന്ന ഫാബ്രിക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിൽ നമുക്ക് റെഡിലായതുകൊണ്ട് തന്നെ ക്രിസ്മസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൈൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ സ്ലിറ്റഡ് കുർത്തി സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇങ്ങനെ വരുന്നു. ഇത് റണ്ണിങ് വൈസ് ആണ് വരുന്നത്. 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചില്ലി റെഡ് ടോൺ ആണ് കേട്ടോ. ഇതിന്റെ മീറ്റർ പ്രൈസ് വരുന്നത് 450 ആണ്. 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് അടുത്ത ഒരു എന്താ പറയുക റെഡ് എന്ന് പറഞ്ഞാൽ മഷ്റൂം സിൽക്കിൽ തന്നെ വന്നിരിക്കുന്ന ഏറ്റവും രക്ഷയില്ലാത്തൊരു ബാന്തിനി പ്രിന്റ് വരുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഇതിന്റെ ഒത്തിരി ഷെയ്ഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ റെഡ് നമുക്കിപ്പോൾ റെഡിന്റെ സീസൺ ആണല്ലോ. അപ്പോൾ റെഡ് ചോദിക്കുന്നവർക്ക് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം ലുക്കിലേക്ക് നിങ്ങൾക്കൊരു ക്രിസ്മസ് അറ്റയർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു മെറ്റീരിയലാണ്. 495 പെർ മീറ്റർ വരുന്ന ഈ ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് എന്താ പറയുക, ഒരു കോളറിനൊക്കെ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല രസമായിട്ട് നമുക്കൊരു ക്രിസ്മസിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ചില്ലി റെഡ് ടോൺ ആണ്. 495 പെർ മീറ്റർ. നെക്സ്റ്റ് നിങ്ങൾക്ക് പ്ലെയിൻ ഫാബ്രിക് റെഡ് ആൻഡ് വൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് പ്യുവർ വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് ചില്ലി റെഡ് ടോൺ വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഇത് കണ്ടോ. നല്ലൊരു ചില്ലി റെഡ് ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുള്ള പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പൊ ഷോപ്പിൽ വരുമ്പോഴാണെങ്കിൽ എല്ലാവരും ഓർഗൻസ വേണ്ട, അതിങ്ങനെ പറഞ്ഞിരിക്കും എന്ന് പറയും. പക്ഷെ ഇത് എടുത്ത് കൈ കൊടുത്തു കഴിയുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണല്ലോ. കാരണം ഇത് പ്യുവർ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ജോർജറ്റ് ഓർഗൻസ എന്നും പറയും. ജോർജറ്റ് പോലെ തന്നെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഫാബ്രിക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നല്ല പ്രീമിയം ഒരു ലുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മതിയാവും. ഇതിന്റെ മീറ്റർ പ്രൈസ് വരുന്നത് 250 ആണ് കേട്ടോ. റെഡ് കളറ്. പിന്നെ വന്നിരിക്കുന്നത് വൈറ്റ് കളറിലേക്കാണ്. ഇത് ഡൈബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് വേണമെങ്കിൽ ഡൈ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ വരുന്നു. വൈറ്റ് കളറിലുള്ള പ്യുവർ ഓർഗൻസ 250 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു മെറ്റീരിയൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നല്ല സുഖമാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. 250 ആണ് പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇക്കറ്റ് കളക്ഷൻ. അതായത് റെഡ് ആൻഡ് വൈറ്റിലേക്ക് വന്നിട്ട് നമുക്ക് ഡെയിലി വെയർ പിന്നീട് നമുക്ക് ഡെയിലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇക്കത്ത്. എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സോ അത് ഞാൻ റെഡ് ആൻഡ് വൈറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്രാവശ്യം. ഇതാ ഇങ്ങനെ വരുന്നു. റെഡ് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാലും ഇക്കത്തിന്റെ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അറിയാലോ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് വൈറ്റ് ഉണ്ടാവില്ല. ആ ഒരു സട്ടിലായിട്ട് പോകുന്ന ഒരു വൈറ്റ് ആണ് റെഡ് കളറിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ക്രിസ്മസിന്റെ ആ ഒരു ദിവസങ്ങളിലൊക്കെ ഇടാനും പള്ളിയിലോ അല്ലെങ്കിൽ കരോളിനൊക്കെ പോകുമ്പോൾ ഇടാനും ഒക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. ഹാൻഡ് ബാറ്റ് റേഞ്ചും ആണ്.
215 ആണ് പെർ മീറ്റർ, 215 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത്. നമുക്കൊരു 2.5 മീറ്റർ എടുത്ത് സ്ലിറ്റഡ് ടോപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓഫീസ് ഗോയിങ് ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ലുക്ക്. നെക്സ്റ്റ് നമുക്ക് പ്യുവർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് ആണ്, ഡയബിൾ ആണ്. 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് എയർലൈൻ നല്ല ഫ്ലോയി ആയിട്ടുള്ള അംബ്രല്ല ടോപ്പോ അല്ലെങ്കിൽ എയർലൈൻ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയിട്ടുള്ള ഫാബ്രിക് ആണ്. ജസ്റ്റ് ലേസ് ഒക്കെ കൊടുത്തിട്ട് നമുക്കൊരു ക്രിസ്മസിന് നല്ല വൈറ്റ് കളറിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ്. പ്യുവർ ആയിട്ടുള്ള വൈറ്റ് അല്ല, ഡയബിൾ വൈറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നമുക്ക് ദുപ്പട്ടയാകാൻ നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ ഇന്ന് വേർതിരിക്കുന്ന ഫാബ്രിക് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഒത്തിരി എൻക്വയറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒത്തിരി പേര് ദുപ്പട്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഡൈ ചെയ്ത്. സോ അതിനൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് വേറെ ഏതെങ്കിലും മെറ്റീരിയലിനോട് കൂടിയിട്ട് ഡൈ ചെയ്യണമെങ്കിലും ഇത് നല്ലൊരു മെറ്റീരിയലാണ്. 190 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ്. നെക്സ്റ്റ് നമുക്ക് വൈറ്റ് കളർ വരുന്നത് ചിനോൺ സിൽക്ക് ഫാബ്രിക് ആണ്. ഇതാ ഇങ്ങനെ വരുന്നു. ഇതും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഞാനിപ്പോൾ ഇതിനോട് കൂടിയിട്ട് ഇത് കണ്ടോ ഡൈ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ടോപ്പ് അടിച്ചാലും നല്ല ഭംഗിയാണ്. ഇങ്ങനെ വരും മെറ്റീരിയൽ. 44 ഇഞ്ചസ് വിട്ട് വരുന്നു. ആ ഒരു സിൽക്കിൻ്റെ കണ്ടന്റ്, ചിനോൺ സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഒരു സിൽക്കിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നല്ലൊരു അത്യാവശ്യം നല്ലൊരു മീഡിയം ഒരു ഗ്ലോയും ഉണ്ട് മെറ്റീരിയലിന്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 220 ആണ് കേട്ടോ പെർ മീറ്റർ. ഡയബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് ലിനൻ ഫാബ്രിക്. ലിനൻ ഫാബ്രിക്കിലേക്ക് വൈറ്റ് കളറിൽ വരും. ഇവിടെയുള്ള പ്ലെയിൻ മെറ്റീരിയൽസ് കാണിക്കാൻ റിക്വസ്റ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ വൈറ്റ് കളറിലുള്ള എല്ലാ പ്ലെയിൻ ഫാബ്രിക്സും നമ്മൾ കാണിക്കുന്നത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഷോപ്പിലുള്ള വൈറ്റ് ആൻഡ് റെഡ് കളേഴ്സ് കാണിക്കാമെന്ന്. അതുകൊണ്ടാണ്. സോ ഓഫീസിലൊക്കെ പോകുമ്പോൾ വൈറ്റ് റെഡ് അങ്ങനെയൊക്കെ വേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ലിനൻ ഫാബ്രിക്കിലേക്ക് വരുന്നു. 190 പെർ മീറ്റർ വരുന്ന 44 ഇഞ്ചസ് വിട്ട് വരുന്ന മെറ്റീരിയലാണ്. ഇത് ജെൻസിന് ഷർട്ടിനും എടുക്കാവുന്ന മെറ്റീരിയലാണ്. നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. വൈറ്റ് കളർ. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കൂടെ വരുന്ന ഹസ്ബൻഡും അങ്ങനെയുള്ളവരൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു മെറ്റീരിയലാണിത്. ഒത്തിരി പേര് ഇതിൻ്റെ പല കളേഴ്സും എടുത്തുകൊണ്ട് പോയിട്ട് ഭയങ്കര നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയൊരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ജാം സാറ്റിനും അതും ഞാൻ കാണിക്കാം കേട്ടോ. ജാം സാറ്റിൻ ഫാബ്രിക്കും ഷർട്ടിന് പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ലിന്നാണ്. ഇത് കോർസെറ്റ് പോലെ ചെയ്യാം. ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിനൻ ഫാബ്രിക് ആണ്. 190 പെർ മീറ്റർ 44 ഇഞ്ചസ് ആണ് വിത്ത് വരുന്നത്. നെക്സ്റ്റ് പ്ലെയിൻ ജാം സാറ്റിൻ ഫാബ്രിക് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കോർസെറ്റ് സ്റ്റിച്ച് ചെയ്യാം, ടോപ്പിനും ബോട്ടത്തിനും എടുക്കാനായിട്ട് പറ്റിയ മെറ്റീരിയലാണ്. നല്ല ഭംഗിയില്ല, ചെറിയൊരു സ്ട്രെച്ചബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ ഭയങ്കര അങ്ങനെ സ്ട്രെച്ചബിൾ അല്ല, അങ്ങനെ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്, വൈറ്റ് കളർ. കോർസെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് പിന്നീട് വാഷ് ചെയ്തൊക്കെ ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ആൻഡ് ഇത് ഷർട്ടിന് ഭയങ്കര നല്ല മെറ്റീരിയലാണ്. എൻ്റെ കസിൻസ് കഴിഞ്ഞ ദിവസം ഇവിടെ ഷോപ്പിൽ വന്നപ്പോൾ അവർ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ അവന്മാർ രണ്ടുപേരും കൂടി എടുത്തോണ്ട് പോയത്. എന്നിട്ട് ഷർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് എനിക്ക് ഞാൻ ഫോട്ടോ പറ്റുവാണെങ്കിൽ കൊടുക്കാം അവരോട് ചോദിച്ചിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കാരണം ഷർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ വൈറ്റും ഇതിൻ്റെ ഒരു പിസ്ത ഗ്രേ ഉണ്ടായിരുന്നു, അതും എടുത്തു. ഒരു ബേജ് കളർ ഉണ്ടായിരുന്നു, അതും അവർ രണ്ടുപേരും 3 കളേഴ്സ് അവർ സ്റ്റിച്ച് ചെയ്തു. ആൻഡ് ഇതിൻ്റെ കുറേ കളേഴ്സ് കൊണ്ടുപോയിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്. കാരണം നല്ല കംഫർട്ടബിൾ ആണ്. ഒത്തിരി പേര് ചോദിച്ചു എന്ന് പറഞ്ഞു ആ ഷർട്ട് ഇട്ടിട്ട്. സോ അപ്പോൾ ജെൻസ് നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ബോയ്സിനൊക്കെ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത്. ടോപ്പ് ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗേൾസിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. നല്ല മെറ്റീരിയലാണ്. ഒത്തിരി പേര് ഇത് എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണ് കോർസെറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് വൈറ്റ് കളർ നല്ല മെറ്റീരിയൽ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. ചെറിയൊരു സിൽക്കിൻ്റെ ഫിനിഷിംഗ് കൊണ്ട് ജാം സാറ്റിൻ എന്നാണല്ലോ മെറ്റീരിയലിൻ്റെ പേര്. സോ ഒരു സാറ്റിൻ ഫിനിഷ് ഉണ്ട്, ഒരു ചെറിയൊരു ഗ്ലോയി നേച്ചറാണ് ഫാബ്രിക്കിൽ വന്നത്. ആൻഡ് കോട്ടനും മിക്സ് ആണ് കേട്ടോ. കോട്ടനും സാറ്റിനും കൂടെ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ വരുന്നു. 185 ഉള്ളൂ പെർ മീറ്റർ റേറ്റ്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന കടയിൽ കൊണ്ടു ചെന്നപ്പോഴും അവർ ചോദിച്ചു എന്ന് പറഞ്ഞു ഈ മെറ്റീരിയൽ എവിടെ നിന്നാണ്. അപ്പോൾ അതിൻ്റെ അപ്പോഴാണ് എനിക്കും അത് മനസ്സിലാവുന്ന ഷർട്ടിൽ നിന്ന് എടുക്കാനായിട്ട് നല്ലതാണെന്നുള്ളത്. ഇങ്ങനെ വരുന്നു കേട്ടോ. 185 പെർ മീറ്റർ. നെക്സ്റ്റ് നമുക്ക് വൈറ്റ് കളറിലേക്ക് വന്നിരിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു ടസറാണ്. വിസ്കോസ് ടസർ എന്ന് പറയും.
നമ്മൾ എപ്പോഴും എടുക്കുന്ന ദേശി ടസറോ അല്ലെങ്കിൽ അങ്ങനത്തെ ടസർ അല്ല. ഇത് വന്നിരിക്കുന്നത് വിസ്കോസ് ടസർ. ഇത് സൂററ്റിലെ കൈൻഡ് ഓഫ് ടസറാണ്. ഇത് വന്നിരിക്കുന്നത് ഡൈബിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ടസർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ടസറിൻ്റെ ഒരു നേച്ചറാണ് വരുന്നത്. ആ ഒരു എന്താ പറയുക, ഒരു ഗ്ലോയും ഒക്കെ ആ ഫാബ്രിക്കിനുണ്ട്. പക്ഷെ ഡൈബിൾ ആയിട്ട് വരുന്ന ഫാബ്രിക്കാണ്. ഇത് ഡൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. 44 ഇഞ്ചസ് വിട്ട് വരുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 250 ആണ്. നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു ഭയങ്കര സോഫ്റ്റ് അല്ല, ഇങ്ങനെ ഫ്ലോയി അല്ല, പക്ഷെ ഫ്ലോയി ആണ്. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നുന്ന ഒരു മെറ്റീരിയലാണ്. നമ്മളെപ്പോഴും ഈ വൈറ്റ് കളറിൽ പല മെറ്റീരിയൽസ് കാണുമെങ്കിലും ഇതൊരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 250 പെർ മീറ്റർ വരുന്ന ടസർ, വിസ്കോസ് ടസർ എന്നാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനോടൊക്കെ ബോട്ടം കൊടുക്കാൻ പറ്റുന്ന വൈറ്റ് കളർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോട്ടൺ, ചെറിയൊരു സ്ട്രെച്ചബിൾ കോട്ടൺ. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്നൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇത് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഫാബ്രിക് ആണ്. ഞാൻ ലൈനിങ് ഇട്ടാണ് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്തത്. നിങ്ങൾക്ക് ലൈനിങ് ഇടാണ്ടും സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ഞാൻ ഈ വൈറ്റ് ബോട്ടം നമ്മളെപ്പോഴും ഒത്തിരി ടോപ്സിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതായതുകൊണ്ട് ഞാൻ ലൈനിങ് കൊടുത്തു എന്നുള്ളൂ. കാരണം പിന്നീട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കട്ടി വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ കൊടുത്തുള്ളൂ. ലൈനിങ് ഇടാണ്ടും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിയോട് ചോദിച്ചായിരുന്നു ഒരു ലൈനിങ് വേണം. ഞാൻ പറഞ്ഞു വൈറ്റ് ഒത്തിരി നാൾ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ലൈനിങ് ഇടണോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് ലൈനിങ് ഇടാണ്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള തിക്നെസ് ഈ ഫാബ്രിക്കിനുണ്ട് കേട്ടോ. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്ന് 190 ആണ്. നെക്സ്റ്റ് നമുക്ക് ക്രേപ്പ് സിൽക്ക് ഫാബ്രിക് ആണ്. നല്ലൊരു വൈറ്റ് കളർ, നല്ലൊരു മിൽക്കി വൈറ്റ് ടോൺ ആണ് കേട്ടോ. നമ്മൾ ഈ മിൽക്കി വൈറ്റ് ടോൺ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് എന്താണ് മിൽക്കി വൈറ്റ് എന്നുള്ളത്. അതായത് നമ്മുടെ പാലിൻ്റെ കളർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈറ്റ് എന്ന് പറയുമ്പോൾ ഉജാല വൈറ്റ് ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, ഒരു ഭയങ്കര ഒരു സൈസ് വൈറ്റ് ഉണ്ട്. അങ്ങനെയല്ല, നല്ലൊരു വൈറ്റ് ആണെന്നാണ് നമ്മൾ മിൽക്കി വൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു പാലിൻ്റെ കളറ്, അങ്ങനെ ഒരു ഇതാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രേപ്പ് സിൽക്ക് ആണ്. ഞാൻ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല. ഇത് കണ്ടോ, അതിലേക്കൊരു സെൽഫായിട്ടുള്ള വീവിങ് പോകുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഭയങ്കര കംഫർട്ടബിളായി യൂസ് ചെയ്യാൻ. ജസ്റ്റ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളിത് ഇട്ട് കാണിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയില്ല. ഇങ്ങനെ വരുന്നു കേട്ടോ മെറ്റീരിയൽ. 44 ഇഞ്ചസ് എടുത്ത് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നിങ്ങൾക്ക് അതിന് ശേഷം ഒരു ബാപ്റ്റിസം പോലത്തെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ. കാരണം സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു റെയർ മെറ്റീരിയലാണിത്. ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ കളേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടോ, വയലറ്റ് ഷെയ്ഡിലൊക്കെ. അതൊക്കെ കിട്ടിയതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ഇത് ഇടാനായിട്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. 375 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നമുക്കിത് ജസ്റ്റ് ഞാൻ നമ്മുടെ നെക്കിൽ ഒരു ലേസ് അറ്റാച്ച് ചെയ്യാനും അതുപോലെ ഹെമ്മിൽ ലേസൊക്കെ കൊടുത്ത് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആഴ്ച എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കാണിക്കാം. ഇങ്ങനെ വരുന്നു. 375 പെർ മീറ്റർ. അടുത്തത് നമുക്ക് ഒരു ലിനനും കോട്ടണും മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ്. മോർ ടു ഒരു ലിനൻ ഫാബ്രിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതിലേക്ക് ത്രെഡിൻ്റെ വീവിങ് പോയിരിക്കുകയാണ്. റെഡ് കളറിലാണ് അതിൻ്റെ ത്രെഡ് വീവിങ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഇങ്ങനെ വരും. ക്രിസ്മസിന് കറക്റ്റ് ഇത് നമ്മൾ ക്രിസ്മസ് കളക്ഷനായിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈറ്റ് കളർ. അതിലേക്ക് ജാംദാനി വീവ്സ് പോലെയുള്ള ത്രെഡിൻ്റെ വീവിങ് ആണ് പോയിരിക്കുന്നത്. ആൻഡ് ഹെമ്മിലായിട്ട് തിക്കായിട്ടുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഹെമ്മിൽ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോഡി പാർട്ടിൽ കംപ്ലീറ്റ്ലി ബൂട്ടാസ് പോലത്തെ ത്രെഡിൻ്റെ വീവാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലിനനും കോട്ടനും ബ്ലെൻഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ആൻഡ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങളൊരു യോക്ക് കൊടുത്തിട്ട് ഒരു യോക്ക് പോർഷൻ കൊടുത്തിട്ട് ലേസൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങളിത് ഈ ഒരു വിത്ത് വൈസ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2.5 മീറ്റർ എടുത്ത് റണ്ണിങ് വൈസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ താഴത്തെ ജാംദാനി വ്യൂ പോലത്തെ വരുന്ന ഈ ഒരു വ്യൂ ഉണ്ടോ, ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ പോലെ കൊടുത്ത് ചെയ്യാവുന്ന മെറ്റീരിയലാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു റെയർ മെറ്റീരിയലാണ് കേട്ടോ. ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ലൊരു ഫാബ്രിക്കാണ്. ഞാനിതിൻ്റെ റെഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഈ ഒന്നും കിട്ടുന്നില്ല സ്റ്റിച്ച് ചെയ്ത്. അതാണ് ഏറ്റവും പ്രശ്നം. ഇത് ഇട്ട് കാണിക്കുമായിരുന്നെങ്കിൽ ഇപ്പം തന്നെ ഇത് തീർന്നാനെ.
അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 295 ആണ്. 295 പെർ മീറ്റർ വരുന്ന 44 ഇഞ്ചസ് ആണ് വിത്ത്. ആൻഡ് അതിൻ്റെ റെഡ് കളർ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് റിവേഴ്സ് കോമ്പിനേഷൻ, റെഡ് ബേസ് കളർ വന്നിട്ട് വൈറ്റ് കളറിലാണ് അതിൻ്റെ വ്യൂ വരുന്നത്, ത്രെഡിൻ്റെ വ്യൂ വരുന്നത്. നല്ലൊരു ക്രിസ്മസ് റെഡ്, കറക്റ്റ് ക്രിസ്മസിൻ്റെ റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ്, ഒരു ലിനൻ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഈ ഒരു റേറ്റിന് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് കണ്ടോ വീവ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് റണ്ണിങ് വൈസ് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണമെങ്കിൽ, ആ താഴത്തെ ബോർഡർ വേണമെങ്കിലും ഒഴിവാക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇത് കണ്ടോ താഴോട്ട് വരും അപ്പം നേരെ വീവ്. ഇങ്ങനെ നിങ്ങൾക്ക് താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ യോക്കിലൊരു ഡിസൈൻ കൊടുക്കും, അങ്ങനെയൊക്കെ ചെറിയ പാർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ വൈറ്റ് ലേസ് അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അങ്ങനെ വരും 295 പെർ മീറ്റർ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക് കാണാം കേട്ടോ. ഈ സെയിം മെറ്റീരിയൽ തന്നെ സെയിം ആ ഒരു റെഡ് കളറിലേക്ക് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നു, പ്ലെയിൻ കളറിൽ. ഇത് കണ്ടോ 44 ഇഞ്ചസ് തന്നെ വരുന്ന മെറ്റീരിയലാണ്. ഇത് നിങ്ങൾക്ക് പ്ലെയിൻ മെറ്റീരിയലായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ സെയിം ബോട്ടം ഫാബ്രിക്കും നമുക്ക് ഇതിന് തന്നെ കൊടുക്കാൻ പറ്റും, കോഡ്സെറ്റ് പോലെ ചെയ്യാം. എന്നിട്ട് ചെറിയൊരു ലേസിൻ്റെ വർക്കോ അല്ലെങ്കിൽ ഒരു പോട്ടലി ബട്ടണോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. 160 ആണ് പെർ മീറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പ്ലെയിൻ മെറ്റീരിയലും ഈ വർക്കുള്ള മെറ്റീരിയലും എടുത്തിട്ടാണെങ്കിലും അങ്ങനെ ആയാലും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വർക്കുള്ള മെറ്റീരിയൽ നിങ്ങളൊരു ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. കുഞ്ഞു വാവകൾക്കൊക്കെ ക്രിസ്മസിൻ്റെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത്. കണ്ടോ നല്ല ഭംഗിയായിരിക്കും. പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. സ്കേർട്ടും ടോപ്പും അങ്ങനെയൊക്കെ ചെയ്യാവുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ വർക്കുള്ള മെറ്റീരിയൽ മീറ്റർ പ്രൈസ് 295 ആണ്. പ്ലെയിൻ മെറ്റീരിയൽ 160 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചോളാം. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ജിപേ ഇല്ലാത്തവർക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.